നിങ്ങൾ ഈ എതിർക്കുന്നത് ഒന്നിക്ക് കറാഹത്ത് അതിന്റെ പേരിലാകണം, അല്ലെങ്കിൽ ഹറാമായതിന്റെ പേരിലാകണം. ഇത് കറാഹത്താണെന്നോ ഹറാമാണെന്നോ പരിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്ത് അല്ലെങ്കിൽ ഒരു അര ആയത്ത് കൊണ്ട്, വേറെ നിങ്ങളെ വിശദീകരണം ഞങ്ങൾക്ക് വേണ്ട. ചോദ്യം വളരെ വ്യക്തമാണ്, എല്ലാവരും മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ആയത്ത് മൗലിദാഘോഷം, സുന്നികളെ നടത്തുന്ന മൗലിദാഘോഷം ഹറാമാണ് അല്ലെങ്കിൽ കറാഹത്താണ് എന്നതിന് ആയത്താണ് വേണ്ടത്. നിങ്ങളെ വിശദീകരണം ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട, ആയത്ത് വേണം. മുസ്ലിം ആ പണി നിർത്തിക്കാളി. നിങ്ങൾ ആ വക ഏർപ്പാടല്ലോ, ഇതൊന്നും ഇവിടെ നേരത്തെ പറഞ്ഞ അവിടെ പോയി പറ്റും. വളരെ മാന്യമായി നടക്കുന്ന വേദിയാണ്. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഇത്ര വ്യക്തമായി ഇവിടെ പരാമർശിച്ചിട്ട് നിങ്ങളെ വിചാരം നിങ്ങൾക്ക് ഉറപ്പുണ്ട് ഇത് റസൂലാക്കി പരിചയമില്ല എന്നുള്ളത്. എന്നെക്കാൾ നിങ്ങൾക്ക് അറിയാം, എന്നെക്കാളേറെ നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് അതൊക്കെ അല്ല നിങ്ങൾ പറയണ്ട. നിങ്ങൾ എത്ര പോസ്റ്റർ പൊട്ടിച്ചറിയോ, എത്ര ഫ്ലക്സ് ഈ നാടന്മാരെ പറ്റിക്കാൻ ഈ മനുഷ്യന്മാരെ തക്കിബിയെന്നറിയോ? നിങ്ങൾക്ക് സത്യം വിശ്വസിച്ചിട്ടാ അത്, നിങ്ങളെ പക്കൽ സത്യമുണ്ട് വിശ്വസിച്ചിട്ടാ ഈ സാധാരണക്കാർ തക്കിബിയുണ്ട് അല്ലെങ്കിൽ കൂക്കി വിടുന്നത് ഇവിടുന്ന്. നിങ്ങൾ എത്ര ഫ്ലക്സ് വെച്ചു, സിദ്ദീഖ് അക്ബറിന്റെ മൗലിദിന്റെ മഹത്വം പറഞ്ഞു, ഉമർ ഖത്താബ് മൗലിദിന്റെ മഹത്വം പറഞ്ഞു, ഉസ്മാൻ അഫ്ഫാൻ മൗലിദിന്റെ മഹത്വം പറഞ്ഞു, ഹസൻ ബസ്രി മഹത്വം പറഞ്ഞു. എന്താ നിങ്ങൾക്ക് പറയാൻ പറ്റാത്തത്? നിങ്ങൾക്ക് പറയാൻ ധൈര്യം ഉണ്ടോ? ഈ വേദി വന്നിട്ട് കുളത്തൂരും അല്ലാത്തൊക്കെ ഫോണേക്ക് പോട്ടെ, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ ഇവിടെ വന്നിട്ട് ഇതാ സിദ്ദീഖ് അക്ബർ മൗലിദ് ആഘോഷിക്കാൻ പറഞ്ഞിരിക്കുന്നു, ഉമർ ഖത്താബ് പറഞ്ഞിരിക്കുന്നു, ഉസ്മാൻ അഫ്ഫാൻ പറഞ്ഞിരിക്കുന്നു, ഹസൻ ബസ്രി പറഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ ധൈര്യം ഉണ്ടോ നിങ്ങൾക്ക്? ഇവിടെ ഫ്ലക്സ് ഒട്ടിക്കുമ്പോൾ അതൊക്കെ പറയും. എന്നിട്ട് ഇവിടെ വന്നിട്ട് ആരായത്ത് ഞങ്ങൾക്ക് ആയത്ത് മുറിക്കുന്ന ഏർപ്പാട്, ഞാൻ ഫുൾ ആയത്താവുന്നതിന് നിങ്ങൾ ആരെ ചോദിച്ചുകൊണ്ട് ആരാ പറഞ്ഞത്? ആ ശൈലി ശരിയല്ല. നേരെ മറിച്ച് പിൽക്കാലത്ത് ഹിജ്റ 700-കളിൽ ഹിജ്റ 7-ാം നൂറ്റാണ്ടിൽ ഇവര് ഏർപ്പാടുണ്ടാക്കി കൊണ്ടുവരിക. ഷിയാക്കളിൽ നിന്ന് കടമെടുത്ത് 7-ാം നൂറ്റാണ്ടിൽ രാജാവ് കൊണ്ടുവരിക. എന്നിട്ട് അത് കൂടി ആഘോഷിക്കുക. എന്നിട്ട് പാടില്ല എന്ന് പറഞ്ഞാൽ ചോദിക്കുക ഇത് പാടില്ല ആയത്തുണ്ടോ? അതിനർത്ഥം പറഞ്ഞത് നാളെ പോയി സുബഹി 3 നിസ്കരിച്ചോളി, നാളെ പോയിട്ട് സുബഹി 3 നിസ്കരിക്ക്. എന്നിട്ട് മമ്മൂമിയോട് പറയും ഒരൊറ്റ ആയത്ത് 3 നിസ്കരിക്കാൻ പാടില്ല എന്ന് കൊണ്ടുവരാത്ത കാലത്തോളം ഞാൻ 3 നിസ്കരിക്കും എന്ന് നിങ്ങൾ പറയും. ഫർദ് നിസ്കരിക്കലുണ്ടെങ്കിൽ നിങ്ങളാ ചെയ്യേണ്ടത്. അതേസമയം ഈ ശൈലി അല്ല ദീനിന്റെ ശൈലി. നേരെ മറിച്ച് അല്ലാഹു റസൂൽ എന്ത് കൊണ്ടുവന്നോ അത് സ്വീകരിക്കണം. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു. അല്ലാഹുവിന്റെ റസൂൽ എന്താണോ കൊണ്ടുവന്ന് തന്നത് അത് സ്വീകരിക്കുക. ആ കൊണ്ടുവന്നതിൽ നബിദിനാഘോഷമില്ലേ ഇല്ല, നബിദിനാഘോഷമില്ലേ ഇല്ല. ഒരു സംശയം ഞങ്ങൾക്കില്ല, നിങ്ങൾക്കും സംശയമില്ല, നിങ്ങൾക്കും സംശയമില്ല. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ജൂതന്മാരോട് പറഞ്ഞല്ലോ അവർക്ക് റസൂലാനെ അറിയാം, കമാ യഅരിഫൂന അബ്നാഅഹും. സ്വന്തം മക്കൾ അറിയുന്ന പോലെ അവർക്ക് നബിയെ അറിയാം, പക്ഷെ ഒരു അംഗീകരിച്ചില്ല. ആ പണി ഞങ്ങൾക്കും കാണിക്കുന്നത്. നിങ്ങൾക്ക് ഉറപ്പാ അള്ളാഹു റസൂലിന്റെ ഒരു മാതൃക വിഷയത്തിലില്ല, സ്വഹാബത്തിന്റെ മാതൃക ഇല്ല, താബിഈങ്ങളുടെ മാതൃക ഇല്ല, തബഉ താബിഈങ്ങളുടെ മാതൃക ഇല്ല. ഞങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത് ആ മാതൃക ഉണ്ടോ അത് ദീനാവൂല, ആ മാതൃക ഇല്ലേ ദീനാകുന്ന പ്രശ്നമേ ഇല്ല. ആരെന്തുകൊണ്ടെന്നാലും ശരി. അതാ ഇമാം മാലിക് പറഞ്ഞത് മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ യറാഹ ഹസന ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. ഇമാം മാലിക്കാണ് പഠിപ്പിച്ചത്. ഞങ്ങളെ വകല്ല, ഞങ്ങളെ വക ഒരു ബടായി ഇവിടെ പറയുന്നില്ല, നിങ്ങളെ പണിയാ. ഞങ്ങളെ വക ഒന്നും പറയുന്നില്ല. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറയുന്നു മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അ, ഇസ്ലാമിൽ ഒരു ബിദ്അത്ത് കൊണ്ടുവന്നാൽ എന്നിട്ട് യറാഹ ഹസന അവൻ പറയാൻ നല്ല ബിദ്അത്താണ്. അതൽപ്പങ്ങളും പറഞ്ഞു ഇവിടെ ഒരു ബിദ്അത്ത് കൊണ്ടുവരുന്നു എന്നിട്ട് അവൻ പറയുന്നു യറാഹ ഹസന, ഇത് ഹസനത്താണ്, നല്ല ബിദ്അത്താണ് എന്നവൻ പറയുന്നുവെങ്കിൽ അതിനർത്ഥം അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ വഞ്ചിച്ചുവെന്നാണ് എന്ന് ഇമാം മാലിക് പറഞ്ഞു. എന്താ കാരണം? അല്ലാഹ് പറയാ ദീന് പൂർത്തിയാക്കി, മൗലവിമാര് പറയാ പൂർത്തിയാക്കിയ ദീനില്ലെങ്കിലും പിന്നെ ഉണ്ടാക്കാൻ പറ്റുന്നു. അതിനർത്ഥം എന്താ? നബി നമ്മളെ പറ്റിച്ചതല്ലേ? പടച്ചോ പോലെ ദീന് പൂർത്തിയാക്കി. നിങ്ങളെപ്പോലത്തെ മൗലവിമാര് പറയാ ആ പൂർത്തിയാക്കിയ ദീനിൽ കാണൂല, എന്നാൽ പിൽക്കാലത്ത് ഉണ്ടായില്ല, എന്നാ പാടില്ല എന്ന ആയത്തുണ്ടോ? അതിനർത്ഥം നബി നമ്മളെ പറ്റിച്ചു. അതൊരു സുന്നി മുജാഹിദ് പ്രശ്നമൊന്നുമല്ല. ഇത് ജയിച്ചത് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തോൽക്കാൻ ജയിക്കാനുള്ള ഏർപ്പാടൊന്നുമല്ല. നേരെ മറിച്ച് അല്ലാഹുവിന്റെ ദീനിന്റെ പേരിൽ ഈ കാണുന്ന സാധാരണക്കാരെ മുഴുവൻ പറ്റിച്ചിട്ട് ഈ നാട്ടിൽ എത്ര ഫ്ലക്സങ്ങൾ വെച്ചത്? സ്വഹാബിമാരുടെ പേരിൽ കളവുകൾ വെച്ചില്ലേ, താബിഈങ്ങളുടെ പേരിൽ കളവുകൾ വെച്ചില്ലേ, ഖുർആന്റെ ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ചിട്ട് ഇവിടെ എഴുതി വെച്ചില്ലേ, നബിദിനം ആഘോഷിക്കാൻ തെളിവ് ആയത്ത് കൊടുത്തില്ലേ, നബിദിനാഘോഷം എഴുത്തുന്നതിനേക്കാൾ പുണ്യാണെന്ന് നിങ്ങൾ എഴുതി പ്രചരിപ്പിച്ചിട്ടില്ലേ, 3 പെരുന്നാളാമക്കുള്ളത് എഴുതിയിട്ടില്ലേ? അതൊന്നും ഇപ്പം ഉണ്ടാട്ടില്ല. നേരെ മറിച്ച് ഈ വക നുട്ടിനായം പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുക. അതൊക്കെ കൊണ്ടുവരികള് അതാ വേണ്ടത്. എന്നാ നമുക്ക് ഒന്നിച്ച് യാനേബിൻ ചെല്ലി പിരിയാ ഒരു പ്രശ്നമില്ല. അങ്ങനെ അടിസ്ഥാനമുണ്ടോ, അങ്ങനെ തെളിവുണ്ടോ? ഒന്നിച്ച് നമുക്ക് ആഘോഷിക്കാം. ഇല്ലേ ഇത് ദീനല്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവും നമുക്കാർക്കുമില്ല. അതുകൊണ്ട് ആ വക ശൈലി ഒഴിവാക്കിയിട്ട് ഇതിൽ അസുരുണ്ടോ അത് നിങ്ങൾ പറയും. അല്ല ഇത് കറാഹത്താണ് ആയത്തുണ്ടോ? ഇല്ല, അങ്ങനെ ആയത്തില്ല. ഇത് ഹറാമാണ് ആയത്തുണ്ടോ? അങ്ങനെ ആയത്തില്ല. അങ്ങനെ നോക്കിയ ലോകത്ത് ഏതൊക്കെ ഹറാമാൻ എടുക്കാൻ പറ്റാം? ഇനി ആയത്തുള്ള ഹറാമം ഒഴിവാക്കിയിട്ടുണ്ടോ?
അല്ല ഹറാമായിട്ട് നേക്കുന്നതിനെ പറഞ്ഞ സംഗതിയാ. ഹുരിമത് അലൈക്കും മൈത്തതു വദ്ദമു വലഹമുൽ ഖിൻസീർ വമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാഹ്. പന്നി മാംസം ഹറാമാണ്, അത് ഒഴിവാക്കി. ശവം ഹറാമാണ്, അത് നിങ്ങൾ ഒഴിവാക്കി. രക്തം ഹറാമാ, അത് നിങ്ങൾ ഒഴിവാക്കി. അല്ലാഹു അല്ലാത്ത പേരിൽ പ്രഖ്യാപിക്കപ്പെട്ട ബലിമൃഗം ഹറാമാണ്, ഒഴിവാക്കിയിട്ടുണ്ടോ? വ്യക്തമായ ആയത്ത. അല്ലാഹു അല്ലാത്ത പേരിൽ നേർച്ച നേരപ്പെട്ടത്, അല്ലാഹു അല്ലാത്ത പേരിൽ ബലിയെടുക്കപ്പെട്ടത് ഹറാമാണ് വ്യക്തമായിട്ട് പഠിച്ച ആയത്തിറക്കിയിട്ട് നിങ്ങൾ സ്വീകരിച്ചോ? ചോദ്യം കേട്ട വിചാരിക്കുക ഹറാം എന്ന ആയത്തുണ്ടായാൽ നിങ്ങൾ ഇപ്പൊ ഹറാം ഒഴിവാക്കുന്നു. എല്ലാ ഹറാമും മുഴുവൻ വാരിപ്പോ നടക്കും ചെയ്യാം, എല്ലാ ആയത്തുണ്ടോ ചോദിക്കും ചെയ്യാം. അവിടെ ആ ശൈലി മുസ്ലിയാരെ നല്ലതല്ല. ഹറാം എന്ന് പറഞ്ഞ് ഞാനല്ല, മാലിക്കി മദ്ഹബിലെ പ്രഗത്ഭനായ പണ്ഡിതൻ അല്ലാമ ഉമർ അൽ ഫാക്കിഹാനി അദ്ദേഹമാണ് പറഞ്ഞത്, വലം യബ്ഖ ഇല്ലാ അൻ യകുന മക്റൂഹൻ ഔ ഹറാമാ. ഒന്നുകിൽ കറാഹത്താകും അല്ലെങ്കിൽ ഹറാമാകും. എന്തുകൊണ്ട്? ദീനിൽ ബിദ്അത്ത് ഉണ്ടാക്കലാണ്, അത് ഹറാമാണ് എന്ന ന്യായമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. നിങ്ങളിവിടെ ഓതിയ ആയത്തിനെ വിശദീകരിച്ച് ഏത് മുഫസ്സിറാണ് അതിൽ നബിദിനാഘോഷം ഹറാമാണെന്നോ കറാഹത്താണെന്നോ വിശദീകരിച്ചത്? എനിക്ക് അതാണ് കിട്ടേണ്ടത്. ഈ ആയത്ത് എവിടില്ല. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, അള്ളാഹുവിന്റെ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദാഘോഷം കഴിക്കുന്നത് ഹറാം ഇല്ല. സംശയമില്ല. കാരണം എന്താ? ഖുർആൻ ഇറങ്ങിയ കാലത്ത് ആഘോഷമില്ല. അതാണ് ഖുർആൻ ഇറങ്ങിയ കാലത്ത് ആഘോഷമില്ല. ഇപ്പൊ നിങ്ങൾ സക്കാഫിയാണെന്ന് ഖുർആൻ ഉണ്ടാവോ? ഇല്ലല്ലോ. എന്താ കാരണം? എന്നാ സാധനം ഉണ്ടാ. എന്ത് പോയത്താ മുസ്ലിം ചോദിക്കുന്നത്? എന്ത് പോയത്താത്? ഖുർആൻ ഇറങ്ങി 630 കൊല്ലം കഴിഞ്ഞ ഏർപ്പാടുണ്ടാവുന്നത്. വിശുദ്ധ ഖുർആനിലെ അവസാന ആയത്തും ഇറങ്ങി 630 കൊല്ലം കഴിഞ്ഞിട്ടാണ് മുദഫർ രാജാവ് മരിക്കുന്നത്. അയാൾ എന്താ തുടങ്ങിയത്? മലിക്കുൽ മുദഫർ ധീരനായൊരു രാജന, ഇർബൽ ഭരിച്ചവരാണു വൻധർമ്മിഷ്ഠന, മാസം റബീഉൽ അവ്വൽ എന്താഘോഷമാ, മൗലിദ് കഴിക്കാൻ ഏറ്റവും ഉത്സാഹമാ. 630 മുദഫർ രാജാവാ ഇത് കൊണ്ടുവരുന്നത്. അയാൾ തുടങ്ങിയ ഏർപ്പാടാ. അതിനു മുമ്പ് ഷിയാക്ക തുടങ്ങിയത്. ഷിയാക്ക തുടങ്ങിയതിനാണ് ഖുർആൻ ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പൊ ഖുർആൻ ഇറങ്ങി നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് ലോകത്ത് ചങ്ങാതി ഒരു പുതിയ സാധനം കൊണ്ടുവരാം. അതിന്റെ പിന്നാലെ കുറച്ച് സഖാഫികളൊപ്പം കൂടാ, എന്നിട്ട് പറയാം അത് പാടില്ല ആയത്തുണ്ടോന്ന്. നിങ്ങൾ എല്ലാ ഹറാമും ചെയ്തോളി എന്നേ പറയാനുള്ളൂ. എല്ലാ ഹറാമും ചെയ്തോളി. എന്താ കാരണം? ഇത് ഹറാമാണ് ഖുർആൻ ഉണ്ടോയിക്ക, അത് കാണൂല, എന്നാ ഞാൻ ചെയ്യേണ്ടത് എന്ന് തീരുമാനിച്ചോളി. വളരെ തുച്ഛമേ ഖുർആൻ ഉണ്ടാവില്ല ഹറാമായത്. വ്യഭിചാരം ഹറാമാണ് ഖുർആനുണ്ട്, പലിശ ഹറാമാണ് ഖുർആനുണ്ട്, അതേപോലെ മദ്യം ഹറാമാണ് ഖുർആൻ. മറ്റേ ഹറാമാണ് ഖുർആനില്ല, നിങ്ങൾ ഒഴിവാക്കണില്ലേന്ന് ചോദിച്ചുള്ളൂ. ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ ഒഴിവാക്കണില്ലേന്ന് ചോദിച്ചത്. ഹറാമാണ് ഖുർആൻ പറഞ്ഞിട്ടില്ല, നഞ്ഞ ദേശം അതും ആവാ എന്ന് വേണി പറയുന്നൊക്കെ. അപ്പൊ ഖുർആനിൽ ഇങ്ങനെ പേരെടുത്ത് ഇത് ഹറാമ്, അത് ഹറാമ്, മറ്റത് ഹറാമ് എന്ന് പറഞ്ഞെങ്കിലേ ഹറാമായി കാണൂ എന്നാണെങ്കിൽ ഇപ്പൊ ജീവിതത്തിലുള്ള ഹറാമിന് പുറമെ വേറെ കുറച്ച് ഹറാമും കൂടി ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആ ശൈലി അല്ല വേണ്ടത്. നേരെ വെച്ചാൽ അല്ലാഹു റസൂൽ പറഞ്ഞത് എന്തിനാ? ദീന് പഠിപ്പിക്കാനാണ്. ദീന് പൂർണ്ണമായും പഠിപ്പിച്ചു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി. ദീനിനെ ഞാൻ പൂർത്തിയാക്കി നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ദീനിനെ പൂർത്തിയാക്കി നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഇനി അതിലേക്ക് കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല. കൂട്ടിച്ചേർത്താലോ മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ മതകാലത്തിൽ അതിലില്ലാത്ത ഒന്ന്, അതിൽപ്പെടാത്ത ഒന്ന് ആര് പുതുതായി കൊണ്ടുവന്നാലും അത് തള്ളപ്പെടേണ്ടതാണ്. ഇത് പുതുതായി കൊണ്ടുവന്നതാണോ? നിങ്ങൾക്കും തർക്കമില്ല, ഒരു മുസ്ലിംക്കും തർക്കമില്ല. എല്ലാവരും സമ്മതിക്കുന്നു നല്ല ബിദ്അത്താണ് എന്നെങ്കിലും. അത്രയേ ഉള്ളൂ. നല്ല ബിദ്അത്താണ് എന്നല്ലേ മാക്സിമം ഉള്ളൂ. അപ്പൊ ബിദ്അത്താണ് പിൽക്കാലത്ത് ഉണ്ടായത് പുതിയതാണ് എന്നെല്ലാവരും സമ്മതിക്കുന്നു. അവിടെ ബാക്കിൽ എഴുത്തൂർത്തേക്കപ്പോ അപ്പൊ യഥാർത്ഥത്തിന് ഇത് ബിദ്അത്താണ് എല്ലാവരും സമ്മതിക്കുക. പിൽക്കാലത്ത് ഉണ്ടായതാണ്. നബി തങ്ങൾ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ചു, മൻ അഹദസ, ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ. മൗലിദിനെ പറ്റി എന്താ പറഞ്ഞത്? ഖദ് ഹദസ ബഅദൽ ഖുറൂനി സലാസ. ഇന്ന അമദൽ മൗലിദി ഖദ് ഹദസ, അത് പുതുതായി ഉണ്ടായിരിക്കുന്നു. ബഅദൽ ഖുറൂനി സലാസ, 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം. ഹദീസിൽ കാണാം മൻ അഹദസ, ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ. എത്ര വ്യക്തമാണ്? ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ തള്ളണം ഹദീസിൽ. ഇത് പുതുതായി കൊണ്ടുവന്നതാണ് എന്ന് നിങ്ങളെ കിതാബില്. ഇനി എന്താ അപ്പുറത്തെ ആവശ്യം? അതുകൊണ്ടാണ് അല്ലാമ ഫാക്കിഹാനി അർത്ഥസംഖ്യകളെ പറഞ്ഞത് ഇത് ഹറാമ് തന്നെ അല്ലെങ്കിൽ കറാഹത്ത് തന്നെ. മാത്രവുമല്ല ഇമാം ഫാക്കിഹാനി റഹിമഹുല്ലാഹ് ഒരു കാര്യം കൂടി പിന്നെ ശേഷം പറഞ്ഞു, വഹാദാ ജവാബി ബൈന യദൈല്ലാഹി തആല ഇൻ അൻഹു സുഇൽതു. അല്ലാഹുവിന്റെ മുമ്പിൽ എന്നോട് റബ്ബനോട് ചോദിച്ചാലും ഈ മറുപടി ഞാൻ പറയുന്ന. പരലോകത്തിന് മഹ്ശറി വരുമ്പോ പടച്ച റബ്ബ് എന്നെ വിചാരണ ചെയ്യുമ്പോൾ ആ റബ്ബനോട് ചോദിച്ചാൽ, അല്ല ഫാക്കിഹാനി നിങ്ങൾ ദുനിയാവെന്ന് പറഞ്ഞല്ലോ, ഇതൊക്കെ ബിദ്അത്താണ്, ഇപ്പൊ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് മഹ്ശറിൽ വെച്ച് എന്റെ റബ്ബനോട് ചോദിക്കുകയാണെങ്കിൽ വഹാദാ ജവാബി
ബൈനയദൈല്ലാഹി തആല, അല്ലാഹുവിന്റെ മുമ്പിൽ വെച്ചും എനിക്ക് പറയാനുള്ള മറുപടി ഇത് തന്നെയാണ്. ഇൻ അൻഹു സുഇൽതു, ഇതേക്കുറിച്ച് എന്നോട് ചോദിക്കപ്പെട്ടാൽ എന്ന. ഇനി 2-3 വാചകം ഞങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചാൽ ഇവിടുന്നൊക്കെ കേൾക്കുള്ളൂ, വേറെ ഒന്നും കേൾക്കൂല. അതുകൊണ്ട് എന്താ അറിയോ, ഒന്ന് അൽ മുഅല്ലിം മാസിക, ഈ കെ വിഭാഗം സുന്നികൾ, അതിൽ പറയാ 2006 ഏപ്രിൽ, ഇനി നമുക്ക് നബിദിനം ആഘോഷിക്കുന്നതിലേക്ക് മടങ്ങാം. അഥവാ ആ ചർച്ച പറഞ്ഞ് അതിനിടയ്ക്ക് ഭാരത സംഭവങ്ങൾ പറഞ്ഞ് പിന്നെ പറയാ ഇനി അതിലേക്ക് മടങ്ങാം. നബി തിരുമേനിയുടെ കാലത്ത് ഏതെങ്കിലും പ്രവാചകന്റെയോ പുണ്യപുരുഷന്റെയോ ജന്മദിനം കൊണ്ടാടുന്ന സമ്പ്രദായം നിലവിലില്ല. പ്രവാചകന്റെ കാലത്ത് നബി തിരുമേനിയുടെയോ ഏതെങ്കിലും പ്രവാചകന്റെയോ പുണ്യപുരുഷന്റെയോ നബി തിരുമേനിയുടെ കാലത്ത് ഏതെങ്കിലും പ്രവാചകന്റെയോ പുണ്യപുരുഷന്റെയോ ജന്മദിനം കൊണ്ടാടുന്ന സമ്പ്രദായം നിലവിലില്ല. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് തിരുമേനി വ്യക്തമായി ഒന്നും നിർദ്ദേശിച്ചിട്ടുമില്ല. കണ്ടോ, നബിന്റെ കാലത്ത് ആ ഏർപ്പാടില്ല, അതുകൊണ്ട് നബി അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. നബിയുടെ കാലത്ത് ഇങ്ങനത്തെ ഏർപ്പാടില്ല, അതുകൊണ്ട് അതേക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ പിന്നെ ഒലവക കൂട്ട്, കണ്ടോ, നബി പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ പക്ഷേ ഒലവക. എന്താ, ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും പ്രത്യേകമായി ലഭിച്ച അനുഗ്രഹത്തിന്റെ പേരിൽ നന്ദി പ്രകടിപ്പിക്കാനും സന്തോഷം പ്രകടിപ്പിക്കാനും നബി തിരുമേനി നിർദ്ദേശിച്ചതും അംഗീകരിച്ചതും സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതിൽ സംശയമില്ല. അത് അംഗീകരിച്ച നബി റബീഉൽ 12 ആഘോഷിക്കാൻ പറഞ്ഞില്ല. നബിയുടെ വായിൽ നിന്ന് അത് കേട്ടുപറ്റിയ സ്വഹാബിമാർ റബീഉൽ മാസത്തെ പ്രത്യേകമായി യാതൊന്നും ചെയ്തില്ല. പിന്നെ മുസ്ലിം ചോദ്യം എന്താ അറിയോ, 12 ഒഴിവാക്കിയിട്ട് എന്നും മദ്ഹ് ചെയ്യാൻ തർക്കമില്ലല്ലോ. ഒരു തർക്കമില്ല, എന്നും ചെയ്യണം. മദ്ഹ് മാത്രമല്ല, എല്ലാ സമയത്തും രാവിലെ ബെഡിൽ നിന്ന് എണീക്കുമ്പോ നമ്മളെ എണീക്കൽ എങ്ങനെ, അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. ഇതെന്തിനാ നമ്മൾ ചൊല്ലണത്? എന്റെ ഹബീബ് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് രാവിലെ എണീക്കുമ്പോൾ ഇത് ചൊല്ലിയിട്ടായി എണീറ്റത്. ഇത് ചൊല്ലാനായി എന്നെ പഠിപ്പിച്ചത്. ആ ഹബീബിന്റെ സ്മരണ അവിടെ ആരംഭിക്കുന്നു. രാത്രി കിടക്കാൻ പോകുമ്പോ എല്ലാ ദിക്റും നിർവഹിച്ച് അവസാനമായി അല്ലാഹുമ്മ ഇന്നി അസ്ലംതു നഫ്സി ഇലൈക വവജ്ജഹതു വജ്ഹി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വഅൽജഅതു ളുഹ്രി ഇലൈക റഗ്ബതൻ വറഹബതൻ ഇലൈക ലാ മൽജാ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക ആമൻതു ബികിതാബിക അല്ലദീ അൻസൽത വബിനബിയിക അല്ലദീ അർസൽത എന്നും പറഞ്ഞ അവസാനമായി കിടക്കുമ്പോ എന്തിനാത്? എന്റെ ഹബീബ് അങ്ങനെയാണ് രാത്രി കിടന്നത്, എന്റെ ഹബീബ് അങ്ങനെയാണ് എന്നെ പഠിപ്പിച്ചത്. അതിൽ ആർക്കും തർക്കമില്ല മുസ്ലിയാരെ. ഇവിടെ പ്രശ്നം എന്താ അറിയോ, ഇവിടെ പ്രശ്നം ഇതാ അൽ ഇർഫാദ് മാസിക AP സുന്നിയാൽ എന്താ പറഞ്ഞത്? മുസ്ലിങ്ങൾക്ക് 3 ആഘോഷ ദിനങ്ങളാണുള്ളത്. മുസ്ലിങ്ങൾക്ക് 3 ആഘോഷ ദിനങ്ങളാണുള്ളത്. ഒന്ന് ഈദുൽ അദ്ഹ, 2 ഈദുൽ ഫിത്ർ, മൂന്നാമത്തേത് ഈദു മീലാദി റസൂലില്ലാഹ്, തിരുനബിയുടെ ജന്മദിനം. കണ്ടോ, മുസ്ലിങ്ങൾക്ക് 3 ആഘോഷം. ഒന്ന് ഈദുൽ അദ്ഹ, ബലിപെരുന്നാൾ. അത് എവിടെയുണ്ട്? ഖുർആനിൽ സൂചനയുണ്ട്, ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത് ഈദുൽ ഫിത്ർ, ചെറിയ പെരുന്നാൾ. എവിടെയുണ്ട്? ഖുർആനിൽ സൂചനയുണ്ട്, ഹദീസിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത് ഈദു മീലാദ് റസൂലില്ലാഹ്. എവിടെയുണ്ട്? ഖുർആനിലില്ല, ഹദീസിലില്ല, സ്വഹാബിമാർക്ക് പരിചയമില്ല, താബിഉകൾക്ക് പരിചയമില്ല, താബിഉകൾക്ക് പരിചയമില്ല, ഷാഫി ഇമാമിന് പരിചയമില്ല, 4 ഇമാമിങ്ങൾക്ക് പരിചയമില്ല, മുഹീദ്ദീൻ ശൈഖിന് പരിചയമില്ല. നേരെ മറ്റ് ശിയാക്കൾ ഉണ്ടാക്കി മുളഫർ രാജാവ് ഏറ്റെടുത്ത് പ്രചരിപ്പിച്ചു എന്നല്ലേ പറയാനുള്ളത്? അതെങ്ങനെ നമുക്ക് 3ാമത്തെ ഈദായി മാറി? നബി തങ്ങൾ പറഞ്ഞെന്താ? ഖദ് അബ്ദലക്കുമുല്ലാഹു ഖൈറൻ മിൻഹാ, ആ ജൂതന്റെ ആഘോഷങ്ങളെക്കാൾ ഖൈറായത് നിങ്ങൾക്ക് റബ്ബ് പകരം തന്നു എന്ന് പറഞ്ഞിട്ടാണ് 2 പേരിൽ നിശ്ചയിച്ചത് തന്നെ. ഈ ഹദീസ് കിതാബൊക്കെ എടുത്ത് നോക്കി, പെരുന്നാളിന്റെ സുന്നത്തുകൾ അവിടെ കാണും, ഈദുൽ ഫിത്റിന്റെ സുന്നത്തുകൾ, ഈദുൽ അദ്ഹയുടെ സുന്നത്തുകൾ വിശദമായ ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്, ഫിഖ് ഗ്രന്ഥങ്ങളിലുണ്ട്, എല്ലാ ഗ്രന്ഥങ്ങളിലും അതുമായി ബന്ധപ്പെട്ട അധ്യായങ്ങൾ പോലും ഉണ്ട്. എന്താണ് ഈദ് മീലാദ് റസൂലിന്റെ സുന്നത്ത് ഇവിടെ പറഞ്ഞത്? ഏത് കിതാബിലുള്ളത്? എവിടെയാണ് പരാമർശിച്ചത്? ഇമാം ബുഖാരി, ഇമാം മുസ്ലിം അടക്കമുള്ള ഹദീസ് പണ്ഡിതന്മാരോ മുഫസ്സിറുകളോ ഫുഖഹാക്കളോ അവരാരെങ്കിലും തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ഈ മീലാദിന്റെ ഈദിന്റെ മര്യാദകൾ, സുന്നത്തുകൾ, അതിന്റെ വാജിബാത്തുകൾ, ഫർളുകൾ, റുക്നുകൾ എന്ന് പറഞ്ഞ എണ്ണിപ്പറഞ്ഞ എവിടെങ്കിലും ഉണ്ടോ? എന്തിനാ മുസ്ലിം നമുക്ക് ശിയാക്കളെ ഏർപ്പാട്? എന്തിനാ ശിയാക്കള് ഈ രീതികൾ? എന്തിനാ ആവക രീതികൾ? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച് ചെയ്താൽ പോലെ. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചു പറയുന്നു, അല്ലാഹുവിന്റെ റസൂലോ സ്വഹാബത്തോ താബിഈകളോ തബഉ താബിഈകളോ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളോ ഹസൻ ബസ്രി അടക്കം നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകളോ ഈ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശവും അവർ നിർവഹിച്ചിട്ടേ ഇല്ല. അവിടെ അവരെ പേര് കളവ് പ്രചരിപ്പിച്ച് സാധാരണക്കാരെ പറ്റിക്കുന്ന അവസാനിപ്പിച്ചിട്ട് നിങ്ങൾ വേണേ ആഘോഷിച്ചോളി, പക്ഷേ ഇത് ദീനാന്ന് പറയണ്ട, ഇത് ഇസ്ലാമാന്ന് പറയണ്ട, ഇത് പുണ്യമാണെന്ന് പറയണ്ട, ഇത് അവിടേക്ക് മാതൃകയുണ്ട് എന്ന് അവരെ പേരിൽ നിങ്ങൾ കളവ് പറയേണ്ടതില്ല എന്ന് കൂട്ടത്തിൽ സൂചിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി വൽ ഫായിസീന ബിറിദല്ലാഹ്.
പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ ഫൈസൽ മൗലവി സൂചിപ്പിച്ച വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചേർത്തി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട മുസ്ലിയാർ ചോദിച്ചല്ലോ, നബിദിനാഘോഷം ഹറാമാണ് എന്ന് സൂചിപ്പിക്കുന്ന ആയത്ത് ഏതാണ്? അള്ളാഹു തആല ഏത് ആയത്തിലൂടെയാണ് അത് ഹറാമാണ് എന്ന് പറഞ്ഞു ചോദിച്ചല്ലോ. ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യന്മാരായ അള്ളാഹുവിനെ ഭയപ്പെടുന്ന സ്വർഗം ആഗ്രഹിക്കുന്ന ആ നിലയ്ക്ക് ജീവിക്കുന്ന നല്ല ആളുകളോട് ഞാൻ പറയാണ്, നിങ്ങൾ ഇന്ന് ഈ നബിദിനാഘോഷത്തിന്റെ ഭാഗമായി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ബർസൻജി മൗലിദ്, സുബ്ഹാൻ മൗലിദ്, ഷറഫുൽ അന മൗലിദ്, അതുപോലെ മങ്കൂസ് മൗലിദ്, സറന്ദീപ് മൗലിദ്, മഹ്മൂദ് മാല, ഇങ്ങനെ 5-8 കാര്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നത്. ഇത് പലപ്പോഴും നമ്മുടെ ഉസ്താദുമാരല്ലേ നമ്മളെ കൊണ്ട് ചെല്ലിപ്പിക്കുന്നത്. അത് വലിയ ഭവ്യതയോടുകൂടി വലിയ ആദരവോടുകൂടി മുണ്ടൊക്കെ വിരിച്ച് ചന്ദനത്തിരിയൊക്കെ കത്തിച്ചു വെച്ചിട്ട് ചിലപ്പോ കുറച്ച് നിസ്കാരവും കാര്യങ്ങളൊക്കെ അതിന് മുമ്പ് നടത്തിയിട്ട് വലിയ ഒരു ഗൗരവത്തോടു കൂടിയും പ്രാധാന്യത്തോടു കൂടിയും നമ്മുടെ ഉസ്താദുമാരെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ അതിൽ തെറ്റൊന്നും ഉണ്ടാവുകയില്ല എന്ന് ചിലപ്പോൾ സാധാരണക്കാരും ചിന്തിക്കാറുണ്ട്. എന്റെ മാന്യന്മാരായ സഹോദരന്മാരോട് ഞാൻ പറയാം, ഈ മങ്കൂസ് മൗലിദ് അതിന്റെ ആദ്യ ഭാഗത്ത് തന്നെ കാണാം, സുബ്ഹാനല്ലദി അത്ലാ ഫീ ശഹ്രി റബീഉൽ അവ്വലി അമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമീൻ വസമ്മാഹു മുഹമ്മദ. ഇത് തുടങ്ങുന്ന ആ വചനം, ഇതിന് തെളിവെന്താ? ഇത് എവിടെ വന്നു? ഏത് ഹദീസിലുള്ളതാ? ഏത് ആയത്തിലുള്ളതാ? സ്വഹീഹായ പരമ്പരയോടുകൂടി ഉദ്ധരിക്കപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും വന്ന് ഇതാ ഇന്ന ഹദീസ് പണ്ഡിതനും ഇന്ന മുഹദ്ദിസ് ഉദ്ധരിച്ചു എന്ന് അതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് കൊണ്ടുവരാൻ നമുക്ക് സാധ്യമാണോ? ആ വിഷയത്തിൽ അത് ഞങ്ങളുടെ അഭിപ്രായമാണ്, അത് ഞങ്ങൾക്ക് പറയാനുള്ളതാണ് എന്ന് പറഞ്ഞ് സ്വന്തമായി അങ്ങനെ വെറുതെ തട്ടിവിടുകയാണോ? കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ? അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 3-4 വരികൾ കഴിഞ്ഞാൽ പിന്നെ താഴെ വരുന്ന വിഷയം എന്താണ്? റൂവിയ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു, കുൻതു നൂറൻ ബൈന യദൈല്ലാഹി അസ്സ വജല്ല, ഞാൻ അല്ലാഹുവിന്റെ മുമ്പിൽ ഒരു പ്രകാശമായിരുന്നു. ഖബല അൻ യഖ്ലുഖ ആദമ ബി അൽഫി ആമിൻ, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുന്നതിന്റെ 2000 കൊല്ലം മുമ്പ് അല്ലാഹുവിന്റെ മുമ്പിൽ ഞാൻ പ്രകാശമായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. എവിടെ പ്രവാചകൻ പറഞ്ഞത്? അങ്ങനെ ഉണ്ട് ഹദീസിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാത്തൊരു കാര്യം അല്ലാഹ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്ത ഒരു കാര്യം പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതത്തിൽ അതിന്റെ ഹുക്കം എന്താ? വമൻ അദ്ലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബാ, അല്ലാഹുവിന്റെ പേരിൽ അല്ലാഹ് പറയാത്ത ഒരു കാര്യം അല്ലാഹ് പറഞ്ഞു എന്ന് ആ റബ്ബിനെ സംബന്ധിച്ച് കളവ് കെട്ടിച്ചമച്ച് പറയുന്നവനേക്കാൾ ലോകത്ത് വേറെ വലിയ അക്രമി ആരുണ്ട്? അല്ലാഹുവിന്റെ ചോദ്യമാണ്. ആ അക്രമല്ലേ സഹോദരന്മാരെ, പൊന്നു മുസ്ലിയാക്കന്മാരെ, ഈ പാവപ്പെട്ട മനുഷ്യന്മാരെ കൊണ്ട് നമ്മൾ ചൊല്ലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? എത്ര കളവുകളാ! മൗലിദുകൾ പരിശോധിച്ചു നോക്കിയാൽ മങ്കൂസിനും ഷറഫുൽ അനാമിനും ബർസൻജിയിലുമെല്ലാം അല്ലാഹ് പറഞ്ഞിരിക്കുന്നു. അല്ലാഹ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ ഉണ്ടാകുക, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം അല്ലാഹ് പറഞ്ഞിരിക്കുന്നു, എനിക്ക് വഹയായി നൽകിയിരിക്കുന്നു എന്ന്. അല്ലാഹു ഖുർആനിൽ പരാമർശിക്കാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ പഠിപ്പിക്കാത്ത കാര്യമാണ് പ്രവാചകൻ പറഞ്ഞു, അല്ലാഹ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കളവ് ആവർത്തിച്ച് അല്ലാഹുവിന്റെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഈ കളവ് നിങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് സാധാരണക്കാരെ കൊണ്ട് മുസ്ലിയാക്കന്മാർ ചെയ്യിപ്പിക്കുന്ന വലിയ തെറ്റാണ്. കാരണം ഈ മങ്കൂസ് മൗലിദ് ഓതുമ്പോ, ഈ ഷറഫുൽ അനാം പാരായണം ചെയ്യുമ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കാല റസൂലുള്ളാഹ് കാലല്ലാഹ് എന്ന് പറയുമ്പോഴല്ലേ അതൊരു ഹരണ്ടാവുള്ളൂ. എന്ന് മാത്രമല്ല, ഇതിന് ദീനുമായി ബന്ധമുണ്ട് എന്ന് സാധാരണക്കാരായ ആളുകൾക്കും തോന്നണ്ടേ. അതിന് കാല റസൂലുള്ളാഹിയെ തട്ടിവിടുമ്പോ അത് വലിയ ഗൗരവമുള്ളതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാത്ത ഒരു കാര്യം ആ പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ മതവിധി എന്താ? മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖ്അദഹു മിനൻ നാർ. ഞാൻ പറയാത്ത ഒരു കാര്യം എന്റെ പേരിൽ വല്ലവനും കെട്ടിച്ചമച്ച് പറഞ്ഞാൽ അവന്റെ സീറ്റ് നരകത്തിൽ ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ മൗലിദുകളിലൂടെ എത്ര കാര്യങ്ങളാണ് നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് കളവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഖുർആനിന് ഘടകവിരുദ്ധമായ ഒരു ആശയം തന്നെയാണ് മൗലിദാഘോഷം എന്നുള്ളത്. അല്ലാഹു തആല ഹറാമാക്കിയ കാര്യങ്ങൾ തന്നെയാണ്, ആയത്തുകളിലൂടെ നിഷിദ്ധമെന്ന് പഠിപ്പിച്ച കാര്യം തന്നെയാണ് മൗലിദാഘോഷത്തിലൂടെ മുസ്ലിയാക്കന്മാരെ, ഈ സാധാരണക്കാരെ കൊണ്ട് നിങ്ങൾ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനിച്ചില്ല, കോട്ടോളിൽ നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മങ്കൂസ് മൗലിദിൽ പറഞ്ഞു അത് 2000 കൊല്ലം മുമ്പ് സൃഷ്ടിക്കപ്പെട്ടു എന്ന് പ്രവാചകൻ പറഞ്ഞു എന്ന ഒന്നാമത്തെ കളവ്. രണ്ടാമത്തെ കളവ് കേട്ടോ, ജഅല മുഹമ്മദ് മൗലിദ് പറയുന്നത് പ്രവാചകന്റെ ആ പ്രകാശം 70,000 കൊല്ലം മുമ്പ് സൃഷ്ടിച്ചു എന്നാണ്. ആരാ പറഞ്ഞു? അത് ആര് പറഞ്ഞു? ഇതാ പറയുന്നു, ഖാലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു. പ്രവാചകന്റെ പേരിൽ രണ്ടാമത്തെ കളവ്, പ്രവാചകന്റെ പേരിൽ അടുത്ത കളവ്. അവ്വലു മാ ഖലഖല്ലാഹു നൂരി ഫഇന്നഹു സജദ ലില്ലാഹി സിനീന വഖാല അല്ലാഹു തആല
അടുത്ത വരി കേട്ടോ, അല്ല പറഞ്ഞിരിക്കുന്നു അള്ളാന്റെ പേരിൽ കളവ്, പ്രവാചകന്റെ പേരിൽ കളവ്. ഇതാ ജാല മുഹമ്മദ് മൗലിദിന്റെ അവസ്ഥ, ഇതാ ഷറഫുൽ അനാമിന്റെ അവസ്ഥ, ഇതാ മങ്കൂസ് മൗലിദിന്റെ അവസ്ഥ. ഇങ്ങനെ അല്ല പറയാത്ത കാര്യങ്ങളും പ്രവാചകൻ പറയാത്ത കാര്യങ്ങൾ അല്ല പറഞ്ഞു പ്രവാചകൻ പറഞ്ഞു എന്നിങ്ങനെ ആവർത്തിച്ച് ഈ ആളുകളെ കൊണ്ട് കളവ് പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് അല്ലാഹു തആല പറഞ്ഞ ആയത്തിന് നേരെ വിരുദ്ധമായ എതിരായ കാര്യമാണ്. അതുകൊണ്ട് മൗലിദാഘോഷം ഹറാമാണ് എന്നും അത് തെറ്റാണ് എന്നും വിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ സമർത്ഥിക്കുവാൻ സാധിക്കും. പിന്നെ സറംദീപ് മൗലിദ്, ആ സറംദീപ് മൗലിദിലും കാണാം ഇന്നല്ലാഹ തആല ഖാൽ, അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് അസുഖം ഉണ്ടാവും, ചെറിയൊരു പ്രശ്നം ഉണ്ടാവും, സാരില്ല, അത് വിഷയാക്കേണ്ടതില്ല. ഇത് കുറച്ച് കഴിയുമ്പോൾ അവസാനം നമുക്ക് ചെറിയൊരു മാറ്റം വരും. ഒന്ന് രാത്രി പോയിട്ട് മലന്ന് കടന്ന് നല്ലപോലെ ആലോചിച്ചാൽ ഈ പ്രയാസമൊക്കെ മാറും. അള്ളാഹുവിന്റെ തൗഹീദ് ഉൾക്കൊള്ളുമ്പോ ഇത്രയും കാലം സ്വീകരിച്ച ശിർക്ക് ഖുറാഫാത്തുകള് ബിദ്അത്തുകൾക്കെതിരെ സംസാരിക്കുമ്പോ അത് മനസ്സിലേക്ക് തറക്കുമ്പോ കുറച്ചൊക്കെ ഒരു പ്രയാസം ഉണ്ടാകും. ഇന്ന് രാത്രി പോയിട്ട് വുളു എടുത്തിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക, റബ്ബേ ഒരുപാട് പ്രസംഗം ഞാൻ ഇന്ന് കേട്ടു, ഇതിനു മുമ്പ് ഒരുപാട് ബിദ്അത്തുകളും ശിർക്കുകളും ചെയ്തിട്ടുണ്ട്, അല്ല പറയാത്ത കാര്യം അല്ല പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രവാചകൻ പറയാത്ത കാര്യം പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് റബ്ബേ പുറത്തു തരണേ, ഹിദായത്ത് തരണേ എന്ന് അള്ളാഹുവോട് നല്ല മനസ്സോട് കൂടി പ്രാർത്ഥിച്ചാൽ ഹിദായത്തിന്റെ വഴിയിലേക്ക് എത്താൻ ഈ കൂക്കുന്ന സാധാരണക്കാർക്ക് സാധിക്കും. എന്തുകൊണ്ടാണെന്നറിയോ, ഈ ഇരിക്കുന്ന ആളുകളൊക്കെ കൂക്കിയവരാ. ഒരു കാലഘട്ടത്തിൽ ഈ നിൽക്കുന്ന ആളുകളൊക്കെ കൂക്കിയവരായിരുന്നു. കൂക്കി തോറ്റ് പ്രമാണങ്ങളെ കൂക്കൽ കൊണ്ട് തോൽക്കാനാവില്ല എന്ന് മനസ്സിലാക്കിയപ്പോ ഈ ആദർശത്തിലേക്ക് കടന്നു വന്നു. കൂക്കിയത് കൊണ്ട് മൗലിദിലെ കളവ് ഇല്ലാതാവുകയില്ല, കൂക്കിയത് കൊണ്ട് മൗലിദിൽ പറഞ്ഞ ആരോപണങ്ങൾ ഒരിക്കലും ഇല്ലാതാവുകയില്ല. കേട്ടോ, എന്താ സറന്ദീപുകാരൻ പറഞ്ഞത്? ഇന്നല്ലാഹ തആല ഖാൽ, അല്ല പറഞ്ഞിരിക്കുന്നു ഖലഖതു നൂറ മുഹമ്മദിൻ മിൻ നൂരി, മുഹമ്മദ് നബിയുടെ നൂറിനെ ഞാൻ എന്റെ പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചു. ഈ ആയത്ത് എവിടെയുള്ളത്? ഖാലല്ലാഹു തആല എന്ന് പറയുന്ന ഈ ആയത്ത് എവിടെയുണ്ട്? സറന്ദീപ് മൗലിദുകാരൻ പറഞ്ഞ ഈ ആയത്ത് അവിടെ ഉണ്ട്. ചോദ്യമാണ്. ഇനി കേട്ടോ, തറഫുൽ ആനം മൗലിദ് അതിനും പറയുന്നുണ്ട്. അതേപോലെ തറഫുൽ ആനം മൗലിദിന്റെ ആദ്യ ഭാഗത്ത് തന്നെ കാണാം സുമ്മ ഇന്നല്ലാഹ സുബ്ഹാനഹു വ തആല ഖലഖ 7000 അബ്ഹുരിൻ, 70,000 കടലുകൾ സൃഷ്ടിച്ചു. അല്ലാഹു സൃഷ്ടിച്ചു എന്നാ ഏത് ആയത്തിലാണത്? ഏത് ഹദീസിലാണത്? ചുരുക്കി പറഞ്ഞാൽ മൗലിദുകൾ ഏത് പരിശോധിച്ചു നോക്കിയാലും അവിടെയെല്ലാം അല്ല പറയാത്ത കാര്യം അല്ല പറഞ്ഞു എന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്ത കാര്യം പ്രവാചകൻ പറഞ്ഞു എന്ന് കള്ളം പറയുന്ന ഏർപ്പാട് ഉള്ളത് കൊണ്ട് അത് അല്ലാഹു തആല ഹറാമാക്കിയ കാര്യമാണ്. അല്ലാഹുവിന്റെ പേരിലും കളവ് പറയാൻ പാടില്ല, പ്രവാചകന്റെ പേരിലും കളവ് പറയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നബിദിനാഘോഷം ഹറാമാണ് എന്ന് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.